Good morning dear students. Permutations and combinations എന്ന ചാപ്റ്ററിൻ്റെ 8ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കോമ്പിനേഷനുമായി തന്നെ ബന്ധപ്പെട്ട കുറച്ചുകൂടി കൂടുതൽ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 51 ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു. ഇനി 52 മുതലാണ് ചെയ്യുന്നത്. Okay, question number 52 ഒന്ന് വായിച്ചു നോക്കൂ. What is the number of ways of choosing 4 cards from a pack of 52 cards, 52 playing cards? In how many of these 4 cards are of same suit? 4 cards belongs to 4 different suit. Face cards, 2 red, 2 black, same color. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ. ചീട്ട് കളിക്കാർ ഉപയോഗിക്കുന്ന പ്ലേയിങ് കാർഡ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ആ ചീട്ട് കളിക്കാർ ഉപയോഗിക്കുന്ന കാർഡ്സ് ഒന്ന് പരിചയപ്പെടുത്താണ്. ഒരു പാക്കിൽ സാധാരണഗതിയിൽ 52 കാർഡുകളാണ് ഉണ്ടാവുക. എത്ര കാർഡുകളാണ് ഉണ്ടാവുക? 52 കാർഡ്. ഈ കാർഡിനെ കുറിച്ച് നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ഈ ചാപ്റ്ററിൽ മാത്രമല്ല, പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിലും നമ്മൾ കാർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് പാക്ക് ഓഫ് കാർഡ്സിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ആകെ 52 കാർഡുകളാണ് ഉണ്ടാവുക അല്ലേ? 52 കാർഡുകൾ 4 ടൈപ്പായിട്ടാണ് ഉണ്ടാവുക. 4 ടൈപ്പ്. അതിനാണ് ഇവിടെ സ്യൂട്ട് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. 52 കാർഡുകൾ 4 ടൈപ്പ്. ഓക്കെ, തൽക്കാലം ടൈപ്പ് എന്ന് പറയാം. ഈ 4 ടൈപ്പിൽ 2 റെഡ് കളറിലും 2 ബ്ലാക്ക് കളറുണ്ട്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ. ഇതിന് സാധാരണ പറയാം ഡയമണ്ട് എന്ന് പറയാം അല്ലേ? ഈ ഷേപ്പിന് ഡയമണ്ട് എന്ന് പറയും. ഡയമണ്ട്. ഓക്കെ, ഇതാണ് ഡയമണ്ട്. ഇതിന് ഹേർട്ട് എന്ന് പറയും അല്ലേ? ഹേർട്ട്. ഇതിന് സ്പെയ്ഡ് എന്ന് പറയും. ഇതിന് ക്ലബ്ബ് എന്ന് പറയും. ഡയമണ്ട്, ഹേർട്ട്, സ്പെയ്ഡ്, ക്ലബ്ബ്. ഈ 4 ഐറ്റം നോക്കൂ. ആകെ 52 കാർഡാണ് ഉള്ളത്. അപ്പോൾ ഓരോ ഐറ്റവും എത്ര ഉണ്ടായിരിക്കും? യെസ്, 13 13 13 13 ആയിരിക്കും. ഓക്കെ, ഇനി ആ 13 കാർഡുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ വിശദീകരിച്ച് കാണിക്കാം. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് 4 കാർഡുകൾ കണ്ടോ. ഡയമണ്ട് കാർഡുകൾ 13 ഉണ്ടായിരിക്കും. ഡയമണ്ട് കാർഡുകൾ 13. ഹേർട്ട് എത്ര ഉണ്ടാവും? 13. സ്പെയ്ഡ് 13, ക്ലബ്ബ് 13. എല്ലാ ഐറ്റവും 13 വീതമുണ്ട്. അപ്പോൾ 4 13 റെഡി ആയിട്ട് എത്ര ഉണ്ടായിരിക്കും? 52 കാർഡുകൾ. ഇനി ഓരോ ഐറ്റവും ശ്രദ്ധിക്കുക. ഡയമണ്ട് കാർഡ് തുടങ്ങുന്ന എയ്സിൽ നിന്നാണ്. കണ്ടോ, ഒരു എയ്സ് ഉണ്ടാവും. എയ്സ് 1 ഉണ്ടാവും. ഇപ്പോൾ ഡയമണ്ടിൽ 1 ഉണ്ടെങ്കിൽ ഇത് ഹേർട്ടാണ്. ഹേർട്ടിൽ 1, ഡയമണ്ടിൽ 1, സ്പെയ്ഡിൽ 1, ക്ലബ്ബിൽ 1. അങ്ങനെ 4 എയ്സ് കാർഡ്. ഇപ്പോൾ ടോട്ടൽ എത്ര എയ്സ് കാർഡ്സ് ഉണ്ടാവും? 4 എയ്സ് കാർഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, എയ്സ് കാർഡുകൾ 4. അതുമേൽ എ എന്ന ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിന് എയ്സ് കാർഡ് എന്ന് പറയുന്നത്. പിന്നീട് കാണുന്നത് 2 മുതൽ 10 വരെ നമ്പേഴ്സാണ്. 2 കണ്ട, 2 നിങ്ങൾ കാണുന്നില്ലേ ചിത്രത്തിൽ? ഇതാ 2 3 4 5 6 7 8 9 10. അതാ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് 2 3 4 5 6. എല്ലാ ഐറ്റത്തിലും 4 ഐറ്റത്തിലും 2 മുതൽ 10 വരെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇതിന് നമ്പർ കാർഡ് എന്ന് പറയും. അപ്പോൾ നമ്പർ കാർഡ് നോക്കൂ. ഇത് എത്ര ഉള്ളത്? ഇത് 9 ഉള്ളത്. അപ്പോൾ ഓരോ ഐറ്റം 9 9 9 9 9 36 നമ്പർ കാർഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, 36 നമ്പർ കാർഡ്. കാരണം ഇത് നമ്പർ ആയതുകൊണ്ടാണ്. 10 കഴിഞ്ഞാൽ പിന്നെ ജാക്ക്, ക്യൂന്, കിങ് എന്ന് പറയാം. ഇതാ ജാക്ക്, ക്യൂന്, കിങ്. ഓരോ ഐറ്റത്തിലും ജാക്ക്, ക്യൂന്, കിങ്. ഓക്കെ, ഇതിൽ 4 ജാക്ക് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മൊത്തം 4 ജാക്ക് ഉണ്ടായിരിക്കും. 4 ക്യൂന്, 4 കിങ്. ക്ലിയർ അല്ലേ? 4 ജാക്ക്. ഡയമണ്ടിൽ ഒരു ജാക്ക്, ഹേർട്ടിലൊരു ജാക്ക്, സ്പേഡിലൊരു ജാക്ക്, ക്ലബിലൊരു ജാക്ക്. അങ്ങനെ 4 ജാക്ക്, 4 ക്യൂന്, 4 കിങ്. ഈ ജാക്കിലും ക്യൂനിലും കിങ്ങിലും ഒക്കെ ഓരോ ഫേസിൻ്റെ പിക്കുള്ളതുകൊണ്ട് ഇതിന് നമുക്ക് ഫേസ് കാർഡ് എന്ന് പറയാം. ഇതിന് 3 കൂടെ എന്താ പറയാം? ഫേസ് കാർഡ്. ഫേസ് കാർഡ് ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും? യെസ്, ഇവിടെ ജാക്ക്, ക്യൂന്, കിങ് 3 3 3 3 12 ഫേസ് കാർഡ് ഉണ്ടായിരിക്കും. എത്ര ഫേസ് കാർഡാണ്? 12 ഫേസ് കാർഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്പർ കാർഡ് 36, എയ്സ് കാർഡ് 4. എയ്സ് അല്ലാത്തതോ 48 ഉണ്ടാവും. ആകെ 52 കാർഡുള്ളത്. എയ്സ് 4 ആണെങ്കിൽ എയ്സ് അല്ലാത്തത് 48. ഓക്കെ, ഫേസ് കാർഡ് 12, ഫേസ് കാർഡ് 12, നമ്പർ കാർഡ് 36. റെഡ് കാർഡ് എത്ര ഉണ്ടായിരിക്കും നോക്കൂ. റെഡ് എന്ന് പറഞ്ഞാൽ 26, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 26. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് 13 ഒന്ന് ഡയമണ്ട്, ഹേർട്ട്, സ്പെയ്ഡ്, ക്ലബ്ബ്. ഇതാണ് ഒരു സ്യൂട്ട്. 4 സ്യൂട്ടുകളാണ്. ഓക്കെ, 1 2 3 4. ബ്ലാക്ക് 26, റെഡ് 26, ഡയമണ്ട് 13, ഹേർട്ട് 13, സ്പെയ്ഡ് 13, ക്ലബ്ബ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം കേട്ടോ. ഇവിടെ
വാട്ട് ഈസ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 കാർഡ്സ്? അപ്പോൾ 4 കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം 4 കാർഡാണ് സെലക്ട് ചെയ്യുന്നത് ഫ്രം 52 പ്ലേയിങ് കാർഡ്സ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. അപ്പോൾ അത് നമ്പർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ടോട്ടൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആൻസർ എഴുതാണ്. ടോട്ടൽ സെലക്ഷൻ എത്ര കാർഡാണ് സെലക്ട് ചെയ്യുന്നത്? 4 കാർഡാണ്. കാർഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. 52 കാർഡിൽ നിന്ന് 4 കാർഡ്. അപ്പോൾ ആൻസർ 52C4. അത് വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്ത് നോക്കണം. 270725 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. 52 കാർഡിൽ നിന്നും 4 കാർഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 52 കാർഡിൽ നിന്നും 4 കാർഡ്. അപ്പോൾ ആകെ 4 കാർഡ് തന്നെയാണ് എല്ലാ കേസിലും സെലക്ട് ചെയ്തത്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്പറുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. 4 കാർഡ്സ് ആർ ഓഫ് സെയിം സ്യൂട്ട്. 4 കാർഡും ഒരേ ടൈപ്പ് ആവണം. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ്. 4 കാർഡും ഒരേ ടൈപ്പ് ആവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നുകിൽ 4 കാർഡും ഡയമണ്ട് ആവണം അല്ലേ, അല്ലെങ്കിൽ 4 കാർഡും ഹേർട്ട് ആവണം, അല്ലെങ്കിൽ 4ഉം സ്പേഡ് ആവണം, അല്ലെങ്കിൽ 4ഉം ക്ലബ് ആവണം. അപ്പോൾ അല്ലെങ്കിൽ എന്ന് വരാം. ഓർ എന്നാ വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 4 കാർഡ്സ് ഓഫ് സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 4 ഡയമണ്ട്സ്. ഇപ്പോൾ ഡയമണ്ടിന് ഞാൻ ഡി എന്ന് എഴുതുള്ളൂ കേട്ടോ. 4 ഡയമണ്ട്സ്. ഓർ 4 ഹേർട്ടിന് എച്ച് എന്ന് എഴുതി. അല്ലെങ്കിൽ 4ഉം സ്പെയ്ഡ് ആവണം. സ്പെയ്ഡ്. ഓർ അല്ലെങ്കിൽ 4ഉം ക്ലബ് ആവണം. അപ്പോൾ ഈ ഓർ എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ 4ഉം ഡയമണ്ട് ആവണം. അപ്പം 4 കാർഡ് സെയിം ടൈപ്പ് എന്നല്ലേ പറഞ്ഞത്. ഒന്നെങ്കിൽ 4ഉം ഡയമണ്ട്, അല്ലെങ്കിൽ 4 ഹേർട്ട്, അല്ലെങ്കിൽ 4 സ്പേഡ്, അല്ലെങ്കിൽ 4 ക്ലബ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിൻ്റെ ആൻസർ? ടോട്ടൽ സെലക്ഷൻ എന്ന് പറഞ്ഞ് നോക്കാം നമുക്ക്. ടോട്ടൽ സെലക്ഷൻ നോക്കണേ. ടോട്ടൽ സെലക്ഷൻ ഇസ് ഈക്വൽ ടു 4 ഡയമണ്ട്. ആകെ എത്ര ഡയമണ്ടാണ് ഉള്ളത്? 13 ഡയമണ്ട് അല്ലേ ഉണ്ടാവുക. അപ്പോൾ 13 ഡയമണ്ടിൽ നിന്ന് 4 ഡയമണ്ട്സ്. ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ് കൊടുക്കണം. പ്ലസ് അല്ലെങ്കിൽ എന്നാണ് കേട്ടോ. 4 ഹേർട്ട് അല്ലേ. 13 ഹേർട്ടിൽ നിന്ന് 4 ഹേർട്ട്. ഇനി സിമ്പിൾ അല്ലേ. അല്ലെങ്കിൽ 13 സ്പേഡിൽ നിന്ന് 4 സ്പേഡ്. ഓർ 13 ക്ലബിൽ നിന്ന് 4 ക്ലബ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ 13C4 നിങ്ങൾ ഒരു പ്രാവശ്യം ഇവാലുവേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 7. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 4 ടൈംസ് 13C4 കണ്ടോ. 1 2 3 4 4 ടൈംസ് അല്ലേ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 4 ടൈംസ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് 2860 ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2860. അപ്പം 4 കാർഡ് ഇത്രയും രൂപത്തിലെടുക്കുക. 1 2 3 ഇത്രയും 270725 രൂപത്തിൽ നമുക്ക് 4 കാർഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിൽ ഒന്നുകിൽ 4 ഡയമണ്ട്, അല്ലെങ്കിൽ 4 ഹേർട്ട്, 4 സ്പേഡ്, 4 ക്ലബ്ബ് വരാൻ സാധ്യതയുള്ളത് 2860 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ഞാൻ ഇവിടെ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. 2 4 കാർഡ്സ് ബിലോങ്സ് ടു 4 ഡിഫറെൻറ്റ് സ്യൂട്ട്. നന്നായി ശ്രദ്ധിക്കണം. 4 കാർഡാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. 4ഉം 4 ടൈപ്പ് ആയിരിക്കണം. 4ഉം 4 ടൈപ്പ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പറയേണ്ടത്? എന്തായിരിക്കണം? ഡയമണ്ട് ആയിരിക്കണം അല്ലേ. 4 എടുക്കുന്നുണ്ട് ആകെ. അതിൽ 1 ഡയമണ്ട് ആയിരിക്കണം. 4 ടൈപ്പ്. പിന്നെ ഓറല്ല. 4ഉം 4 ടൈപ്പ് എന്നല്ലേ പറഞ്ഞത്. 1 ഡയമണ്ട് ആൻഡ് എന്നാ വരിക. 1 ഡയമണ്ട് ആൻഡ് 1 ഹേർട്ട് അല്ലേ. ആൻഡ് 1 സ്പേഡ് ആൻഡ് 1 ക്ലബ് എന്നാ വരിക. അപ്പോൾ ആകെ എത്ര കാർഡായിട്ടുണ്ട്? 4 കാർഡേ ആയിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ 4 കാർഡ് 4ഉം 4 ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു ഡയമണ്ട് എന്തായാലും ഉണ്ടായിരിക്കണം. ഒരു ഡയമണ്ടും ഒരു ഹേർട്ടും ഒരു സ്പേഡും ഒരു ക്ലബും അല്ലേ. 1 ഡയമണ്ട് ആൻഡ് 1 ഹേർട്ട് ആൻഡ് 1 സ്പേഡ് ആൻഡ് 1 ക്ലബ്. ഇപ്പോൾ എന്തായി? 4 കാർഡ് ആകെ എടുത്തിട്ടുള്ളൂ. 4ഉം 4 ടൈപ്പാണ്. ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ടോട്ടൽ സെലക്ഷൻ നിങ്ങളൊന്ന് പറയും. ഈ ഒരു എഴുത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആൻഡ് ഇട്ട് എഴുതിയതും ഈ ഓർ ഇട്ട് എഴുതിയതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ സെലക്ഷൻ പറയൂ. നിങ്ങൾ ആൻസർ പറയൂ. ടോട്ടൽ സെലക്ഷൻ ഇസ് ഈക്വൽ ടു 1 ഡയമണ്ട്സ്. 13 ഡയമണ്ടിൽ നിന്ന് 1 ഡയമണ്ട്സ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ പ്രകാരം ഇൻറ്റു എന്ന് എഴുതണം. 13 ഹേർട്ടിൽ നിന്ന് 1 ഹേർട്ട് അല്ലേ. ആൻഡ് 13 സ്പേഡിൽ നിന്ന് 1 സ്പേഡ്. ആൻഡ് 13 ക്ലബിൽ നിന്ന് 1 ക്ലബ്ബ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 13C1 എന്ന് പറഞ്ഞാൽ 13 തന്നെയാണ്. സോ ദ ആൻസർ ഈസ് 13 × 13 13 raised to 4 ആണ് ഇതിൻ്റെ ആൻസർ.
അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 13⁴ എന്ന് മാത്രം എഴുതിയാലും മതി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഞാൻ പറയുന്നത്. ഫോർ കാർഡ്സ് ആണ്. 4 കാർഡ്സ് ആണ് മൊത്തം, എല്ലാ ക്വസ്റ്റ്യനിലും 4 കാർഡ്സ് തന്നെയാണ്. 4 കാർഡ്സ് ആർ ഫേസ് കാർഡ്സ് എന്നാണ്. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഞാൻ എഴുതുന്നത്. 3 1 2 3 4 കാർഡ്സിന് തന്നെയാണ് ചോദ്യം. 4 കാർഡ്സ് ആർ ഫേസ് കാർഡ്സ് എന്നാണ്. 4 കാർഡും ഫേസ് കാർഡ് വരണം. അപ്പോൾ ആകെ എത്ര ഫേസ് കാർഡ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതാ ഫേസ് കാർഡ്സ്? ജാക്ക്, ക്യൂവിന്, കിങ്ങിന് പറയുന്ന പേരാണ് ഫേസ് കാർഡ്. അങ്ങനെ ഓരോന്നിലും അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ 4 3 12 കാർഡ്സ് ഉണ്ടായിരിക്കും ഫേസ് കാർഡ്സ്. നേരത്തെ പറഞ്ഞു നമ്മൾ ടോട്ടൽ സെലക്ഷൻ. അപ്പം ഫേസ് കാർഡ്സിൻ്റെ സെലക്ഷനാണ് ഞാൻ നമ്പർ നോക്കണം. നമ്പർ 3 ആണ്. ടോട്ടൽ സെലക്ഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. ഫേസ് കാർഡിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ആകെ എത്ര ഫേസ് കാർഡ്സ് ഉണ്ടെന്ന് അറിയണം. 12 ഫേസ് കാർഡിൽ നിന്ന് 4 ഫേസ് കാർഡ്. സോ ദ ആൻസർ ഈസ് 12C4 ആണ് ഇതിൻ്റെ ആൻസർ. 12C4 ചെയ്താൽ 495 എന്ന ആൻസർ ലഭിക്കും. 495 നിങ്ങൾ ചെക്ക് ചെയ്യണം. ആൻസർ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 4 2 are red and 2 are black. ആകെ 4 കാർഡ് എടുത്തു. 2 എണ്ണം 2 are red and 2 are black എന്നാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം. 2 red and 2 black. ഓക്കെ, ടോട്ടൽ സെലക്ഷൻ 2 red and 2 black. അപ്പോൾ ആകെ എത്ര റെഡ് ഉണ്ടോ? ഇതാ 26 റെഡ് ഉണ്ടാവും അല്ലേ. ഇത് 13, ഇത് 13, 26 റെഡ് ഉണ്ടായിരിക്കും. 26 റെഡിൽ നിന്ന് 2 റെഡ്. ആൻഡ് ഈ ആൻഡ് എന്ന് ഞാൻ പറയുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ആൻഡ് പറയുമ്പോൾ ഇൻഡ് വരും. പിന്നെ 26 ബ്ലാക്ക് അല്ലേ ഉള്ളത്. 26 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്ക്. ക്ലിയർ. 26 റെഡിൽ നിന്ന് 2 റെഡ് ആൻഡ് 2 ബ്ലാക്ക് ഫ്രം 26. സോ ദ ആൻസർ ഈസ് 26C2 ഇൻറ്റു 26C2. അത് ചെയ്താൽ നിങ്ങൾക്ക് എത്രയായിരിക്കും ആൻസർ ഉണ്ടാവുക? 325. ഇത് 325 ആണ്. 325 ആണ്. 2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 105,625. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ. ഓക്കെ, അവസാനമായിട്ട് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ കാർഡ്സ് ആർ ഓഫ് സെയിം കളർ എന്നാണ്. അപ്പോൾ 4 കാർഡും ഒരേ കളർ ആവണമെന്ന്. ഇപ്പം ഒരേ കളർ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? 4 കാർഡില്ലത് 4 റെഡ് ആയിരിക്കണം. ഒരേ കളർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 4 റെഡ് അല്ലെങ്കിൽ 4 റെഡ് ഓർ 4 ബ്ലാക്ക് എന്ന് എഴുതാം അല്ലേ. അങ്ങനെയല്ലേ വരാൻ നോക്കൂ. 4 കാർഡ്സും സെയിം കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 റെഡ് ഓർ 4 ബ്ലാക്ക്. അപ്പോൾ എങ്ങനെയായിരിക്കും ടോട്ടൽ സെലക്ഷൻ? പറഞ്ഞു നോക്ക്. ടോട്ടൽ സെലക്ഷൻ ഈ എഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. 4 റെഡ്. ആകെ എത്ര റെഡാണ് ഉള്ളത്? ആകെ എത്ര റെഡാ? 26 റെഡ് ഉണ്ട് അല്ലേ. 26 റെഡിൽ നിന്ന് 4 റെഡ് അല്ലെങ്കിലാണ് ഓറാണ്. ഓറാകുമ്പോൾ പ്ലസ് എഴുതണം. 26 ബ്ലാക്ക് നിന്ന് 4 ബ്ലാക്ക്. സോ ദ ആൻസർ ഈസ് 26C4 പ്ലസ് 26C4. നിങ്ങൾ ചെയ്ത് നോക്കൂ. ഒരു 26C4 ചെയ്തിട്ട് 2 ടൈംസ് എടുത്താൽ മതി. 29900. ഈ ആൻസറൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ എഴുത്ത് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻസർ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഈ ആൻഡ് വരുന്ന സന്ദർഭങ്ങളും ഓർ വരുന്ന സന്ദർഭങ്ങളും. ഇവിടെ 4 കാർഡും സെയിം കളർ. നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. 4 കാർഡും സെയിം കളർ എന്ന് പറഞ്ഞാൽ 4ഉം റെഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 4ഉം ബ്ലാക്ക് ആയിരിക്കണം. കണ്ടോ, അല്ലെങ്കിൽ എന്നുള്ള ഈ ക്ലോസ് നന്നായി ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 53 ആണ് അടുത്തത്. 53 ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ്. ഇപ്പോൾ 5 കാർഡ് കോമ്പിനേഷനാണ്. ഇത് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. 5ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഔട്ട് ഓഫ് 52 കാർഡ്സ്. വീണ്ടും 52 കാർഡ്സ് തന്നെയാണ്. എപ്പോഴും പാക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ 52 ആണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിലും 52 ആണ്. ഈ 5 കാർഡ് നമ്മൾ എടുക്കുമ്പോൾ ഓരോ സെലക്ഷനിലും എക്സാക്ട്ലി 1 ഏസ് ഇൻ ഈച്ച് കോമ്പിനേഷൻ എന്നാണ്. അപ്പോൾ ആകെ 5 കാർഡ് എടുക്കുന്നുണ്ട്. അതിൽ 1 ഏസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണ്? ഒരു ഏസ് അല്ലാത്തത് നമുക്കറിയാം 48 എണ്ണം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതേണ്ടത് 1 ഏസ് ആൻഡ് ഏസ് അല്ലാത്തത് എത്ര വേണ്ടത്? 4 അല്ലേ. 4 നോൺ ഏസ്. ഓക്കെ, ഏസ് 4 ആണെങ്കിൽ 48 എണ്ണം നോൺ ഏസ്. സോറി, ഒരു ഏസും 4 നോൺ ഏസും. ആകെ 5 കാർഡാണ് എടുക്കുന്നത്. അതിൽ ഒരു ഏസ്, 4 ഏസ് അല്ലാത്തത്. 1 ഏസ് ആൻഡ് 4 നോൺ ഏസ്. ടോട്ടൽ സെലക്ഷൻ നമ്മൾ എഴുതാണ്. ആൻസർ എഴുതാണ്
അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ആൻസർ? ആകെ എത്ര ഏസാണ് ഉള്ളത്? 4 ഏസാണ് ഉള്ളത്. 4 ഏസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. 4 ഏസിൽ നിന്ന് ഒരു ഏസ്. അതേസമയം ആൻഡ് ഏസ് അല്ലാത്തത് 48 എണ്ണം, 48 ഉണ്ട്. അപ്പോഴല്ലേ ആകെ 52 ആയത് അല്ലേ? 48 ഏസ് അല്ലാത്തതിൽ നിന്നും എത്ര എണ്ണം സെലക്ട് ചെയ്യണം? 4 എണ്ണം. ഇതാണ് ആൻസർ. കണ്ടോ? ഒരു ഏസ്, 4 നോൺ ഏസ്. 1 ഏസ്, 4 നോൺ ഏസ്. ഒരു ഏസ് എടുക്കുന്നത് 4 ഏസിൽ നിന്ന്. ഈ 4 ഏസ് അല്ലാത്തത് എടുക്കുന്നത് 48 ഏസ് അല്ലാത്തതിൽ നിന്ന്. അതാണ് നോൺ ഏസ് എന്ന് പറഞ്ഞാൽ ഏസ് അല്ലാത്തത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര ഉണ്ടായിരിക്കും? 4C1 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് അല്ലേ? 4C1 എന്ന് പറഞ്ഞാൽ 4. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. 48C4 ഒക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. 4C1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 48C4 ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, നിങ്ങൾ ഡെഫിനിഷൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് 194,580 ആവാനാണ് സാധ്യത. ഒന്ന് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ ഡയറക്റ്റ് ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പോൾ 77,8320 ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ ആൻസർ. 48C4 എങ്ങനെ ചെയ്യുക? 48C4 എന്ന് പറഞ്ഞാൽ 48 × 47 × 46 × 45 ഡിവൈഡഡ് ബൈ 1 × 2 × 3 × 4. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 48C4ൻ്റെ ആൻസർ കിട്ടും. ഇതാണ് 48C4. ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻ. ഹിയർ ഓൾസോ 5 കാർഡ് കോമ്പിനേഷൻ ആണ് ചോദ്യം. ശ്രദ്ധിക്കുക, 5 കാർഡാണ്. ഔട്ട് ഓഫ് 52 കാർഡ്സ് ഈച്ച് സെലക്ഷൻ ഓഫ് 5 കാർഡ്സ് ഹാസ് എക്സാക്ട്ലി 1 കിങ്. ഓരോ 5 കാർഡിൻ്റെ സെലക്ഷനിൽ ഒരു കിങ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 കിങ് എങ്ങനെ എഴുതിയാൽ മതി? ഒരു കിങ് ആവുമ്പോൾ 4 എണ്ണം കിങ് അല്ലാത്തത് വേണം അല്ലേ? 1 കിങ് ആൻഡ് അപ്പം 5 എണ്ണല്ലേ ആകെ വേണ്ടത്. 4 എണ്ണം എന്തായിരിക്കണം? കിങ് അല്ലാത്തത്. കിങ് അല്ലാത്തതിന് നമുക്ക് എന്ത് എഴുതാം? നോൺ കിങ് എന്ന് എഴുതാം കേട്ടോ. കിങ് അല്ലാത്തത് എന്തായിരിക്കും ആൻസർ? നോൺ കിങ്ങിൻ്റെ ആൻസർ one king for non-king. Total selection equals. പറയൂ ആൻസർ. ആകെ എത്ര കിങ്ങാണ് നമ്മുടെ കയ്യിലുള്ളത്? 4 കിങ്. 4 കിങ്ങിൽ നിന്ന് ഒരു കിങ്. എഴുതി ശ്രദ്ധിച്ചല്ലോ, 4 കിങ്ങിൽ നിന്ന് ഒരു കിങ്. ആൻഡ് കിങ് അല്ലാത്തത് എത്ര എണ്ണം ഉണ്ടാവുക? കിങ് അല്ലാത്തത് 48 എണ്ണം ഉണ്ടാവും. ആകെ 52 കാർഡില്ലേ ഉള്ളത്. 48 കിങ് അല്ലാത്തതിൽ നിന്നും 4 എണ്ണം. കണ്ട, നോൺ കിങ്. കിങ് അല്ലാത്തത് 48ൽ നിന്ന് 4 കിങ്ങിൽ നിന്ന് ഒരു കിങ്. ഇത് നിങ്ങൾക്ക് ചെയ്തൂടെ? 4C1 നേരത്തെ ചെയ്തല്ലോ നമ്മൾ. 4C1 എന്ന് പറഞ്ഞാൽ എപ്പോഴും 4 തന്നെ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം കേട്ടോ. 48C4 നമ്മൾ നേരത്തെ ചെയ്തില്ലേ? 48C4 ഇതാ ഇതേ ആൻസർ 194,580. 194,580 അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലഭിക്കും 778320. 778320 നേരത്തെ സെയിം ആൻസറാണ് വരിക. ഓക്കെ, അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈഫ് എന്നുണ്ടാവും ഇവിടെ ക്വസ്റ്റ്യൻ കേട്ടോ. 2nC3:nC3 = 12:1 ഫൈൻഡ് n. എന്നിൻ്റെ വാല്യൂ കാണാനുള്ള ചോദ്യമാണ്. തന്നിരിക്കുന്നത് എന്താണ്? 2nC3:nC3 എന്ന് പറഞ്ഞാൽ 12:1. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? ഇങ്ങനെ തുടങ്ങാം. നോക്കൂ, 2nC3 നോക്കണേ. 2nC3 ഡിവൈഡഡ് ബൈ അല്ലേ, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി എഴുതിക്കൂടെ, ഡിവൈഡ് ബൈ nC3 ഈക്വൽ ടു 12:1 എന്ന് പറഞ്ഞാൽ 12/1 എന്നാണ്. ക്ലിയർ ആണല്ലോ? നമുക്കറിയാം NCR നമ്മൾ സാധാരണ എഴുതുമ്പം NC3 എന്ന് പറഞ്ഞാൽ NCR എഴുതുന്നത് പോലെ NC3 എഴുതാൻ ആവശ്യമില്ല. ഇങ്ങനെ എഴുതിയാൽ മതി. NC3 എന്ന് പറഞ്ഞാൽ n നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് 3 ടേംസ് എഴുതും അല്ലേ? n × n-1 × n-2 ഡിവൈഡഡ് ബൈ 1 × 2 × 3. ഇങ്ങനെയാണ് NC3 എഴുതാം. ഇപ്പോൾ 2nC3 എങ്ങനെ എഴുതും നോക്കാം നമുക്ക്. 2nC3 എഴുതേണ്ടത് ഇങ്ങനെയാണ്. 2n എന്ന് സ്റ്റാർട്ട് ചെയ്യുക. 2n × താഴോട്ട് എഴുതേണ്ടത് 2n-1 ബ്രാക്കറ്റ് ശ്രദ്ധിക്കണേ. 2n-2 3 ടേംസ് താഴോട്ട് എഴുതി. ഇനി എന്ത് ചെയ്യണം? താഴെന്ന് മേലോട്ട് 3 ടേം എഴുതണം അല്ലേ? 1 × 2 × 3. ഇപ്പോൾ 2nC3 കഴിഞ്ഞു. ഇനി ഹോൾ ഡിവൈഡ് ബൈ. ഓക്കെ, nC3 എങ്ങനെ എഴുതണം? n × n-1 × n-2. n എന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് 3 എഴുതി. പിന്നെ നമ്മൾ പഠിച്ചത് താഴെന്ന് മേൽപോട്ട് 3. കറക്റ്റ്.
റൈറ്റ് സൈഡ് ഒന്നും ചെയ്യേണ്ട, 12/1. 12/1 പകരം തൽക്കാലം 12 എന്ന് തന്നെ എഴുതാം. നോക്കൂ, ഈ രണ്ട് ഡിനോമിനേറ്ററും 1 2 3 1 2 3 അങ്ങ് ക്യാൻസൽ ചെയ്തു. രണ്ട് ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉണ്ടാവുക ആഫ്റ്റർ ക്യാൻസലേഷൻ? നിങ്ങളൊന്ന് പറയുക അടുത്ത സ്റ്റെപ്പ്. യെസ്, 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു ഇവിടുന്ന് 2 കോമൺ ഫാക്ട് എടുത്താൽ 2 ഇൻറ്റു n മൈനസ് 1. ശരിയല്ലേ? 2n മൈനസ് 2 കറക്റ്റ് അല്ലേ? 2 ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2. ഇപ്പോൾ രണ്ട് ഡിനോമിനേറ്ററും എഴുതി, രണ്ട് ന്യൂമറേറ്ററും എഴുതി, രണ്ട് ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്തു. 2n എഴുതി, 2n മൈനസ് 1 എഴുതി. ഇവിടുന്ന് 2 കോമൺ ഫാക്ടർ എടുത്താണ് 2 ഇൻറ്റു n മൈനസ് 1. എന്തിനാ അങ്ങനെ കോമൺ ഫാക്ടർ എടുത്ത് നോക്കൂ, ഈ n ക്യാൻസൽ ചെയ്തു, ഈ n മൈനസ് 1 ഈ n മൈനസ് 1 ക്യാൻസൽ ചെയ്തു. ആഫ്റ്റർ ക്യാൻസലേഷൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇവിടേക്ക് മാറ്റി ചെയ്തതാണ്. നോക്കിക്കോളൂ, ഇവിടെ 2 4 ഉണ്ട് അല്ലേ? 4 ഇൻറ്റു 2n മൈനസ് 1. നന്നായി ശ്രദ്ധിക്കണം, 4 ഇൻറ്റു 2n മൈനസ് 1 ആണ് ഇവിടെ ഉള്ളത്. ഇതിന് ഈ താഴെയുള്ള n മൈനസ് 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 ഇൻറ്റു n മൈനസ് 2 എന്നായിരിക്കും അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ഇൻറ്റു n മൈനസ് 2. ഈ 2 ഇൻറ്റു 2 ആണ് 4 ആയത്, 2n മൈനസ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 8n മൈനസ് 4 ഈക്വൽ ടു 12n മൈനസ് 24. റെഡി അല്ലേ? 12n മൈനസ് 24 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് n അങ്ങോട്ട് സൈഡ് മാറ്റി. സൈഡ് മാറ്റുമ്പം 8n മൈനസ് 12n ഇസ് ഈക്വൽ ടു മൈനസ് 24 പ്ലസ് 4. ശരിയല്ലേ? മൈനസ് 4n വരാം. മൈനസ് 4n ഇസ് ഈക്വൽ ടു മൈനസ് 20. therefore what is n? n is equal to 20/4 അല്ലേ? മൈനസ് മൈനസ് ക്യാൻസലായി n is equal to 5 എന്ന ആൻസർ കിട്ടും. ശരിയല്ലേ? n is equal to 5. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 2nc3 എന്ന് പറഞ്ഞാൽ 2n എന്ന് സ്റ്റാർട്ട് ചെയ്തു, താഴോട്ട് 3 ടേംസ് ഡിസെൻഡിങ്ങിലും അസെൻഡിങ്ങിലും 1 2 3 മേൽപോട്ട് 3 എണ്ണം. ആ ഒരു ഡെഫിനേഷൻ ഉപയോഗിച്ചത്. ഒറിജിനൽ NCRന്റെ ഡെഫിനേഷൻ അല്ല ഉപയോഗിച്ചത്. അങ്ങനെ ഉപയോഗിച്ചാൽ ആൻസർ കിട്ടും. ഇതാണ് കുറച്ചുകൂടി ഈസി. nc3 എന്ന് പറഞ്ഞാൽ n എന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് 3 ടേംസ് എഴുതി, മേലോട്ട് 3 ടേംസ്. രണ്ട് ഡിനോമിനേറ്ററും 1 2 3 1 2 3 ക്യാൻസൽ ചെയ്തു. രണ്ട് ന്യൂമറേറ്ററും ഇവിടെ എഴുതി. ന്യൂമറേറ്റർ എഴുതുമ്പോൾ ഇവിടെ കോമൺ ഫാക്ട് എടുത്തിട്ടാണ് എഴുതി. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം, അതേ മോഡൽ കേട്ടോ. നേരത്തേത് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതേ മോഡൽ, സെയിം മോഡൽ ചോദ്യം ഞാൻ ഒന്നുകൂടി ഇവിടെ ചെയ്യുകയാണ്. 11:1 ആണ് ഇവിടെ വ്യത്യാസമുള്ളത്. ഫൈൻഡ് n എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കൂ, 2nc3 അല്ലേ? 2nc3 ഡിവൈഡഡ് ബൈ 2nc3 ഡിവൈഡഡ് ബൈ nc3 ഈക്വൽ ടു 11/1 എന്നാണ്. 2nc3 നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2. താഴോട്ട് 3 എണ്ണം എഴുതി, മേലോട്ട് 3 എണ്ണം. 1 2 3 ഹോൾ ഡിവൈഡ് ബൈ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2. 3 ടേംസ് ആണ്, 3 വരാൻ വെയിറ്റ് ചെയ്യരുത്. 1 2 3 3 ടേംസ് കണ്ട, ഡിവൈഡ് ബൈ 1 2 3 ഇസ് ഈക്വൽ ടു 11/1. 11/1 11 മതി അല്ലേ? 11 പോരെ? യെസ്, ഈസ് ഈക്വൽ ടു 11. ഇവിടെ നേരത്തെ ചെയ്ത പോലെ രണ്ട് ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്തു. ന്യൂമറേറ്റർ മാത്രം ഞാൻ എഴുതുന്നു. ന്യൂമറേറ്റർ മാത്രം എഴുതുമ്പോൾ 2n എഴുതിയിട്ടുണ്ട്. അടുത്തത് 2n മൈനസ് 1 എഴുതി. ഇവിടെ 2 കോമൺ ഫാക്ട് എടുത്തു. നേരത്തെ എഴുതിയത് അതേ സ്റ്റെപ്പുകൾ അല്ലേ? ഡിവൈഡഡ് ബൈ താഴെ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഈസ് ഈക്വൽ ടു 11. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ വീണ്ടും ഒരു ക്യാൻസലേഷൻ. n ക്യാൻസൽ ചെയ്തു, ഈ n മൈനസ് 1 n മൈനസ് 1 ക്യാൻസൽ ചെയ്തു. ആഫ്റ്റർ ക്യാൻസലേഷൻ ഞാൻ ആ സ്റ്റെപ്പ് ഇങ്ങോട്ട് എഴുതുന്നു. ഇവിടെ 2 ഇൻറ്റു 2 4 ഉണ്ട്. 4 ഇൻറ്റു 2n മൈനസ് 1 ഈസ് ഈക്വൽ ടു ഈ n മൈനസ് 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 11 ഇൻറ്റു n മൈനസ് 2. ക്ലിയർ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 8n മൈനസ് 4 ഈസ് ഈക്വൽ ടു 11n മൈനസ് 22. ഈ എന്നിനെ ഇങ്ങോട്ട് സൈഡ് മാറ്റിക്കഴിഞ്ഞാൽ 8n മൈനസ് 11n ഈസ് ഈക്വൽ ടു മൈനസ് 22 പ്ലസ് 4. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാവും 8n മൈനസ് 11 എന്ന് പറഞ്ഞാൽ മൈനസ് 3n ഈസ് ഈക്വൽ ടു മൈനസ് 18. സോ വാട്ട് ഈസ് n?
n is equal to 6 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഈ രണ്ട് ചോദ്യങ്ങളിൽ ഒന്ന് എഴുതി പഠിക്കുക, വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, 2nc3 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സെയിം, രണ്ട് ക്വസ്റ്റ്യൻസും ഏകദേശം സെയിം ആണ്. ഇനി ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 57 ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എ കമ്മിറ്റി ഓഫ് 7 ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഫ്രം 9 ബോയ്സ് ആൻഡ് 4 ഗേൾസ്. അവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അവിടെ 9 ബോയ്സ് ആണെന്നും 4 ഗേൾസ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു. ഇൻ ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ വെൻ ദ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എക്സാക്ട്ലി 3 ഗേൾസ്. അല്ലേ, കൃത്യം 3 ഗേൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ 3 ഗേൾസ് ആൻഡ് ആകെ 7 പേരല്ലേ വേണ്ടത്. ഇവിടെ 3 ഗേൾസ് വന്നാൽ 4 ബോയ്സ് ഉണ്ടാവണം. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുക? ടോട്ടൽ സെലക്ഷൻ എഴുതിയിട്ട് എഴുതിയാൽ മതി. 3 ഗേൾസ്, 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസ് ആൻഡ് 4 ബോയ്സ്, 9 ബോയ്സിൽ നിന്ന് 4 ബോയ്സ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് 3 എന്നാണ്. അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. 3 ഓർ മോർ. ഓക്കെ, 3 ഗേൾസ് ആണ്. അപ്പോൾ 3 ഗേൾസ് എഴുതണം. 3 ഗേൾസ് മാത്രമേ എഴുതാൻ പറ്റില്ല. 3 ഗേൾസ് വരുമ്പോൾ ആകെ 7 ആൾ വരണം കമ്മിറ്റിയിൽ. ഓക്കെ, അപ്പോൾ 3 ഗേൾസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി 4 ബോയ്സ് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു കേസ് എഴുതണം. അല്ലെങ്കിൽ അടുത്തൊരു കേസ് ഏതാ? 4 ഗേൾസ് ഉണ്ടാവണം. അല്ലേ, 4 ഗേൾസ്, അന്നേരം 3 ബോയ്സ് ഉണ്ടായിരിക്കും. ഇനി 5 ഗേൾസിന് പറ്റില്ല, കാരണം ആകെ 4 ഗേൾസ് എവിടെ ഉള്ളൂ. അല്ലേ, അപ്പോൾ ഈ 2 കേസ് എഴുതണം. ഇതിൻ്റെ ആൻസർ എഴുതുന്നു, ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസ് ആൻഡ് 9 ബോയ്സിൽ നിന്ന് 4 ബോയ്സ്. അതിൻ്റെ ആൻസർ ഇവിടെ എഴുതുന്നു. ഇവിടെ വീണ്ടും 4 ഗേൾസിൽ നിന്ന് 4 ഗേൾസ്, ഇവിടെ 9 ബോയ്സിൽ നിന്ന് 3 ബോയ്സ്. ഇതിൻ്റെ ആൻസറും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ വരുന്ന ഈ ആൻസറും കൂടെ പ്ലസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതൊരു കേസാണ്. അല്ലെങ്കിൽ ഓർ എന്നുള്ള കേസാണ്. അപ്പോൾ 3 or 3 കൂടുതലോ എന്ന് പറഞ്ഞാൽ 3 ഗേൾസ് വരുന്ന കേസുണ്ട്, 4 ഗേൾസ് വരുന്ന കേസുണ്ട്. ഈ 2 കേസും കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ആൻസർ ഇവിടെ ലഭിക്കും. അപ്പോൾ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ 2 കേസാക്കി എഴുതും. 2 or 3 ഒക്കെ കേസുകൾ ഉണ്ടാവും. ഡിഫറെൻറ്റ് കേസസ് ആക്കി എഴുതിയിട്ട് ആഡ് ചെയ്താലാണ് ആൻസർ കിട്ടുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അറ്റ്മോസ്റ്റ് എന്നാണ് പറഞ്ഞത്. അല്ലേ, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 3 ഗേൾസ് എന്നാണ്. മാക്സിമം 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ ഗേൾസ് ഇല്ലാത്തതും പറ്റും. അപ്പോൾ അതൊക്കെ ആയിരിക്കും ആൻസർ. 7 ബോയ്സ് വരുന്നൊരു കേസ് ഉണ്ട്, അത് എഴുതണം. പിന്നെ 1 ഗേൾ വരുന്ന എഴുതണം. 1 ഗേൾ എന്ന് പറഞ്ഞാൽ 6 ബോയ് എന്നതുകൊണ്ട് അർത്ഥമുണ്ട്. അല്ലേ, ആകെ 7 പേര്. 2 ഗേൾസ് വരുന്ന കേസ് ഉണ്ട്, അപ്പോൾ 5 ബോയ്സ് ഉണ്ടാവും. പിന്നെ 3 ഗേൾസ് വരുന്നുണ്ടാവും, അപ്പോൾ 4 ബോയ്സ്. ആകെ 4 3 7, 5 2 7, 6 1 7, ഇവിടെ 7. എപ്പോഴും ഫുൾ ടൈം 7 അംഗ കമ്മിറ്റിയാണ്. ഇവിടെ ഒരൊറ്റ ഗേൾസും ഇല്ല. ഇവിടെ 1 ഗേൾ, 2 ഗേൾ, 3 ഗേൾ. മാക്സിമം അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 3 ഗേൾസ് വരെ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 2 ഗേൾസ് കുഴപ്പമില്ല, 1 ഗേളും കുഴപ്പമില്ല, 0 ഗേളും കുഴപ്പമില്ല, മാക്സിമം 3 പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കേസുകളൊക്കെ എഴുതണം. ഇതിൻ്റെ ആൻസർ എഴുതുക. ഇത് 9C7 ആണ്. 9 ബോയ്സ് 7 ബോയ്സ്. ഇവിടെ 1G അല്ലേ, 4C1 × 9C6 ആണ്. ഇവിടെ 4 ഗേൾസിൽ നിന്ന് 2 ഗേൾസ്, 9 ബോയ്സിൽ നിന്ന് 5 ബോയ്സ്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പം 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസ് ആൻഡ് 9 ബോയ്സിൽ നിന്ന് 4 ബോയ്സ്. ഇതിൻ്റെ എല്ലാം ആൻസർ എഴുതുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എഴുതുന്നു. എന്നിട്ട് എല്ലാ ആൻസറും കൂടെ പ്ലസ് ചെയ്താൽ ഇവിടെ വരുന്ന ആൻസർ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അറ്റ്മോസ്റ്റ് എന്നുള്ള മീനിങ് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 or 3 കൂടുതലോ, അതാണ് 3 4 വന്നത്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ കൃത്യം 3 എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഇതെല്ലാം. നന്നായി പരിചയം ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.